ഹലോ, നമ്മളിങ്ങനെ ദേ ഈ മഞ്ഞത്ത് വൈകിട്ട് ഒന്ന് പുറത്ത് പോകല്ലോ ഒരു കോഫി കുടിക്കാനായിട്ട്. നല്ല മഞ്ഞാണ്, മഞ്ഞ് വീണിങ്ങനെ വഴികളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. വീണ്ടും വീണ് കാറൊക്കെ കണ്ടിട്ട് നടക്കണ വഴിയൊക്കെ ആകെ ഇതിനിപ്പോൾ ഒരു ക്ലീൻ ചെയ്യില്ലായിരിക്കും ഇത്ര നേരമായതുകൊണ്ട്. രാവിലെ ഒരു ക്ലീനിങ് കഴിഞ്ഞതാ. ഇന്ന് ഫുള്ള് മഞ്ഞ് പെയ്ത്തായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്. രാവിലെ ഇപ്പോൾ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തൊക്കെ പോയി വണ്ടിയായിട്ട് പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാ. അപ്പോൾ അതേ വീണ്ടും മഞ്ഞ് പെയ്ത്. നമ്മൾ വെറുതെ ഒന്ന് കഫേയിൽ പോകാമെന്ന് വിചാരിച്ചൊരു കോഫിയൊക്കെ കുടിക്കാൻ. ഇപ്പോഴും പെയ്യണമെന്നോണ ചെറുതായിട്ട് കാണാൻ പറ്റണ്ട. എല്ലാ കാറുകളും ഇങ്ങനെ നിറഞ്ഞിരിക്കുക. നല്ല തണുപ്പുണ്ട്. ഇതുണ്ട് നമ്മൾ നടക്കണ വഴിയൊക്കെ ഫുള്ള് മഞ്ഞാണ്. സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ കടകളാണ് ഓപ്പൺ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. രസമല്ലേ മഞ്ഞത്ത് ഇങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഭയങ്കര സൗണ്ട്. മരങ്ങളൊക്കെ നോക്കിയേ. നല്ല തണുത്ത കാറ്റ്. പാത്തു, നീ എന്തെടുക്കുക? തുറന്നു. അയ്യോ, നടക്കണ വഴിയൊക്കെ ഷൂക്കെ നോക്ക്. അടച്ചേക്ക്. ഷൂ ശരിക്കും കുടയോ അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിലൊക്കെ ആവും. ഒന്നും പോയിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കാറിൻ്റെ പുറമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് റോഡിലേക്കൊക്കെ വണ്ടി ഇറക്കാനായിട്ട്. പക്ഷേങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കളഞ്ഞ് മുഴുവനായിട്ട് കളയാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണേണ്. കുറേ ഉണ്ടെന്നേ ഇങ്ങനെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കണമായിരുന്നല്ലോ. അപ്പോൾ അതങ്ങനെ നമ്മൾ എന്തോരോന്ന് വെച്ചാൽ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകമൊന്നും അങ്ങനെ ക്ലീൻ ചെയ്ത് കാണാത്തത്. അല്ലെങ്കിൽ അവർ ഫുൾ അങ്ങോട്ട് ക്ലീൻ ചെയ്തേനെ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പെയ്യുമ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ പുറമെ പിന്നെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരറ്റം തുടങ്ങിയാണ് അവരെന്തായാലും ക്ലീൻ ചെയ്യുള്ളൂ. നോക്കിക്കണ്ടേ, നല്ല രസമുണ്ടല്ലേ. ഫുള്ളിങ്ങനെ വെളുത്ത കളറിലായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേനും ഫുള്ള് കാറുകളൊക്കെ ഇങ്ങനെ വെളുത്ത കളറ്, മരങ്ങളാണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയൊക്കെ ഇരിക്കുന്നില്ലേ. ഫുള്ളിങ്ങനെ വെള്ള പോലെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ ഫുള്ള് കാണാനായിട്ട്. നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഒരു കോഫിയൊക്കെ കുടിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചാണ്. ഒരു രസമാണല്ലോ ഈ മഞ്ഞത്ത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ സമയത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങണത്. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിലുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഫുള്ള് ബിൽഡിങ്ങും മരങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ. അതും ഈ മഞ്ഞ് പെയ്തതിൻ്റെ ഉടനെ നമ്മൾ പുറത്തിറങ്ങിയത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ല. ഈ മെയിൻ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അപ്പം തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം വണ്ടികളൊക്കെ പോകാനുള്ളതല്ലേ. നോക്കിക്കണ്ടേ, ഫുള്ള് ക്ലീനാണ്. പിന്നെ മാത്രമല്ല ആ റോഡുകളിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണ വണ്ടികൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടേ ഫുള്ള്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ റോഡിലേക്കൊക്കെ വണ്ടി ഇറക്കാനൊക്കെ ആയിട്ട്.
ഇതേ ആ നേരെ കാണാണ്ടില്ല ഒരു വല്യക്കാട്ടൊരു വണ്ടി, അതിങ്ങനെ മഞ്ഞ് ക്ലീൻ ചെയ്യണ വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികൾ നമുക്ക് ഇഷ്ടമാതിരി കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളുവഴിയിലേക്കാണ് കേട്ടോ കടന്നേക്കണത്. അപ്പം ഇത്തിരി ലേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് വൈകിട്ടൊന്നുമില്ല. എങ്കിലും ഇവിടെ ഇപ്പം നേരത്തെയൊക്കെ റെസ്റ്റോറൻറ്റും കഫേകളൊക്കെ അടക്കുമല്ലോ. പക്ഷേ കുറച്ചങ്ങോട്ട് നീങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ കോളേജൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയൊക്കെ കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. കുറേ ലേറ്റായിട്ടൊക്കെ അടക്കണ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് പോണത്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കടന്നപ്പോഴത്തേനും ഇവിടെ റോഡൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഓൾറെഡി ചെയ്തേക്കണ റോഡുകളാണ്. ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ മഞ്ഞ് പെയ്യുമ്പോഴേ അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരറ്റം തുടങ്ങി ഇങ്ങനെ വരയല്ലേ ഉള്ളൂ. പക്ഷെ എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ. ഇത് ഒരു പച്ചപ്പിൽ കാണുമ്പോൾ ഒരു ഭംഗി, മഞ്ഞിൽ കാണുമ്പോൾ ഒരു ഭംഗി അല്ലേ. എന്ത് രീതിയിലാണെങ്കിലും നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ വണ്ടി യാത്രയ്ക്ക് ശേഷം, കുറേ നേരമൊന്നുമല്ല കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, നമ്മളങ്ങനെ ആ ഒരു കഫേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഒരു ഇന്ത്യനും ഒന്ന് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കഫേ പോലെ. അപ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ ഇവിടെ കയറണമെന്ന്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ, റോബോട്ട് നടക്കണ പോലെ തെന്നിങ്ങനെ നടക്കണം. ഈ കാണുന്ന മൻസിൽ എന്ന് പറയണതാണ് കേട്ടോ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കഫേയിൽ നല്ല അടിപൊളി കോഫിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ചാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, പാനിപൂരി ചാട്ടുകൾ, പിന്നെ കുറേ ബേക്കറി ഐറ്റംസുകളൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഏത് കടയിൽ കയറണമെന്നാണ് കൺഫ്യൂഷൻ. അപ്പോൾ തോന്നി നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാമല്ലോ എന്ന്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ അടിപൊളി കോഫി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ കോഫി ഇവിടെ തന്നെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റി കോഫികൾ കിട്ടും. നമ്മളൊരു സ്പെഷ്യൽ കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ പേരെന്താണെന്നൊന്നും ചോദിച്ചാൽ മറന്നുപോയി. അപ്പോൾ ഈ ഒരു കോഫി, പിന്നെ അതിന് ശേഷം ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫി മാത്രമായിട്ട് എന്തിനാണ്, ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊരു സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചിൻ്റെ അകത്തായിട്ട് ഒരു ചിക്കനും പിന്നെ കുറച്ച് ക്യാബേജും മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ചൂടോട് കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു, കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു, ചായല്ല കോഫിയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് മറ്റേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. തീറ്റയോടെ തീറ്റ. മറ്റേ കഫേയിലിരുന്നേ സമയം പോയി, ഇവിടെ വന്നപ്പോഴത്തേനും ഇത് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായി. ഭാഗ്യത്തിന് അവർ ചാട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളൊരു പാനിപൂരിയും ഒരു സമൂസ ചാട്ടുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കോഫി കിട്ടുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ അവിടെ അങ്ങനെ മെനുവിൽ കണ്ടില്ല. ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്നായിരുന്നു കോഫി കുടിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അതിന് മുമ്പ് അവിടെ അപ്പുറത്ത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ പാനിപ്പൂരി ഇത് എങ്ങനെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമൂസ ചാട്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു രണ്ടും. ഒരു നോർത്ത് ഇന്ത്യൻ കടയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. നല്ല ചൂടോടുകൂടി ഈ ഒരു തണുപ്പത്ത് ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ. ഇവിടെ വന്നിട്ട് നമ്മൾ അധികം അങ്ങനെ ചാട്ടുകളൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ കഫേയിലൊക്കെ പോയാലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കഴിക്കും, ചാട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാട്ടും പാനിപൂരിയൊക്കെ വാങ്ങിക്കണത്. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ബേക്കറി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും പാത്തു ലഡുവൊക്കെ വാങ്ങിയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കാണ്ടിരിക്കുക. നമുക്കെന്തായാലും ഇനി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോകാം. ഇവിടെ ന്യൂജേഴ്സിയിലെ മഞ്ഞ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു 6 മാസം എന്തായാലും തണുപ്പുണ്ട്. മഞ്ഞും അതുപോലെയൊക്കെ തന്നെയാണ്. ഈ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ നീണ്ടു പോകും. ചിലപ്പോൾ ഭയങ്കരമായ മഞ്ഞായിരിക്കും, ചിലപ്പോൾ പതിയെ ചെറിയൊരു മഞ്ഞായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഇതിനോട് അങ്ങോട്ട് യോജിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തണുപ്പൊക്കെ നമുക്ക് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് തണുപ്പ് എത്ര ഇതാണെങ്കിലും തണുപ്പ് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. പിന്നെ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏത് തണുപ്പിലാണെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാനും നടക്കാനും ഒക്കെ പറ്റും. എങ്കിലും ഇതൊക്കെ ഇട്ട് നടക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് അതിനോട് ഇണങ്ങിയത് കൊണ്ടിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല.
ഇതിപ്പോൾ എന്തായാലും ജനുവരിയൊക്കെയല്ലേ ആയുള്ളൂ, ഇനിയും ഉണ്ടാവും എന്തായാലും ഒരു 2 മാസത്തിലും മീതെ ഈ ഒരു തണുപ്പൊക്കെ, അതുപോലെ തന്നെ മഞ്ഞും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ കഠിനമായ മഞ്ഞും ഇനി ഉണ്ടാകുമെന്നാണ് പറയണത്. എങ്ങനെയെന്നൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്തായാലും കാത്തിരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും, ചിലപ്പോൾ ലൈവിലും ഞാൻ വരുന്നതായിരിക്കും. ഇതേ നോക്കിക്കണ്ടേ, റോഡിലേക്കൊക്കെ കടന്നപ്പോഴത്തേനും ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടേക്കണണ്ടില്ലേ. ഇവിടെ ഫുള്ള് മഞ്ഞ് ഉള്ള ഒരു സ്ഥലമായത് കൊണ്ടിട്ട് ഇവിടെ അതിൻ്റേതായ എല്ലാ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് അപ്പം തന്നെ റോഡുകളൊക്കെ ക്ലീൻ ചെയ്യും, എല്ലാം നല്ല പക്ക ക്ലീനാണ്. പിന്നെ നമ്മുടെ വണ്ടി കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവരാണെങ്കിലാണ് ബുദ്ധിമുട്ട്, നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കണോണ്ടിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്തായാലും വാടകയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഫീ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ അവർ തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സുഖമൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അമേരിക്കയിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.